അസീസിയിലെ പ്രസിദ്ധമായ ഒഫ്രദുച്ചിയോ കുടുംബത്തിലെ ഫാവറിനോയുടെയും ഓർത്തലിനോയുടെയും രണ്ടാമത്തെ മകളാണ് വിശുദ്ധ ക്ലാര. 1194 ജൂലൈ 16 ജനനം. ക്ലാര എന്ന പേരിന്റെ അർത്ഥം പ്രകാശമുള്ളവൾ എന്നാണ്. ഓർത്തലിനോ ഒരു നല്ല ഈശ്വരഭക്തിയായിരുന്നു. ഓർത്തലിനോ ക്ലാരയെ ഗർഭം ധരിച്ചിരിക്കുന്ന അവസരം ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്രൂശിത രൂപത്തിൽ നിന്നും ഒരു സ്വരം കേട്ടു. ഓർത്തലിനോ ചെറുതായെന്ന് ഭയന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. ആ സ്വരം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഓർത്തലിനോ, നീ ഭയപ്പെടേണ്ട. ലോകത്ത് മുഴുവൻ പ്രഭ ചൊരിയുന്ന ഒരു പ്രകാശമാണ് നിന്റെ ഉദരത്തിൽ വളരുന്നത്. സമയമാകുമ്പോൾ നീ ആ പ്രകാശത്തെ പ്രസവിക്കും. ദൈവസ്വരമാണ് കേട്ടതെന്ന് അവൾക്ക് മനസ്സിലായി. ഇത് അവൾക്ക് വിശ്വസിക്കാനായില്ല. ആ നിമിഷം അവൾ മറ്റൊരു മറിയമായി മാറിയതുപോലെ തോന്നി. ആ ദിവസത്തിനായി അവളുടെ ഹൃദയം തുടിച്ചു. അങ്ങനെ ജൂലൈ 16 ആ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു. സുന്ദരിയായ ഒരു പെൺകുഞ്ഞ് അവൾക്ക് ജന്മം നൽകി. ക്ലാരയ്ക്ക് ഒരു സഹോദരനും 2 സഹോദരിമാരും ഉണ്ടായിരുന്നു. ഓർത്തലിനോ ആയിരുന്നു അവളുടെ മക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്നത്. കാരണം അവളുടെ അപ്പച്ചൻ മിക്കവാറും വീട്ടിലുണ്ടാവാറില്ല. കുരിശ് യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോകുമായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമേ ഓർത്തലിനോയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ആത്മീക കാര്യങ്ങളിൽ വളരെയധികം മുൻപന്തിയിലായിരുന്നു. മക്കളെ പുണ്യവഴിയിലൂടെ കൈപിടിച്ച് നടത്താനും അവർ വളരെയധികം ശ്രദ്ധിച്ചിരുന്നു. ക്ലാരയുടെ സംരക്ഷകയും വഴികാട്ടിയും ഓർത്തലിനോ ആയിരുന്നു. വിശുദ്ധരുടെ കഥകൾ പറഞ്ഞു കൊടുക്കുകയും ദേവാലയങ്ങൾ സന്ദർശിക്കാൻ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. കുഞ്ഞുനാൾ തൊട്ട് അമ്മ പറഞ്ഞു കൊടുത്തിരുന്ന വിശുദ്ധരുടെ കഥ കേട്ടാണ് ക്രമേണ വിശുദ്ധ ക്ലാര വളർന്നത്. ക്ലാര തൻ്റെ മുഴുവൻ സമയവും പ്രാർത്ഥനയിൽ മുഴുകുവാൻ ആഗ്രഹിച്ചു. ഒഴിവു സമയങ്ങളിൽ അനിയത്തിമാർക്ക് ദൈവത്തിൻ്റെ കഥകൾ പറഞ്ഞു കൊടുത്തിരുന്നു. ഒരു ദിവസം കഥ പറയുന്ന കൂട്ടത്തിൽ അമ്മ ക്ലാരയ്ക്ക് വിശുദ്ധ പൗലോസിന്റെ കഥയും പറഞ്ഞു കൊടുത്തു. വനവാസിയായിരുന്ന അദ്ദേഹം താൻ ചൊല്ലിയിരുന്ന ഓരോ പ്രാർത്ഥനയും ചെറിയ ചെറിയ കല്ലുകൾ ഉപയോഗിച്ച് എണ്ണുമായിരുന്നുമത്രേ. ഇത് കേട്ടപ്പോൾ ക്ലാരയ്ക്ക് വലിയ കൗതുകം തോന്നി. പിന്നീട് അവൾ ഓരോ പ്രാർത്ഥന ചൊല്ലുമ്പോഴും ഓരോ കല്ലുകൾ പെറുക്കിയെടുത്ത് എണ്ണി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അസീസിയിൽ യുദ്ധം നടന്നപ്പോൾ ക്ലാരയുടെ കുടുംബത്തിനും പെറൂജിയിലേക്ക് പോകേണ്ടി വന്നു. ക്ലാരയ്ക്ക് അന്ന് 4 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. പ്രാർത്ഥനയുടെ ആദ്യ പാഠങ്ങൾ അമ്മയിൽ നിന്നാണ് അവൾ പഠിച്ചത്. പരദേശ ജീവിതത്തിന്റെ പരീക്ഷണങ്ങൾ, ഭർത്താവിന്റെ അസാന്നിധ്യം, സ്വന്തം നഗരത്തെയും വീടിനെയും കുറിച്ചുള്ള നഷ്ടബോധം, ഇവയൊക്കെ നേരിടാൻ ഓർത്തലിനോയ്ക്ക് കഴിഞ്ഞത് പ്രാർത്ഥനയിലൂടെ മാത്രമായിരുന്നു. അവളുടെ ബാല്യകാലം ഏതാണ്ട് അവസാനിക്കാറായി. അസീസിയും പെറൂജിയും തമ്മിലുള്ള സമാധാന കരാറുകൾ ഉണ്ടാക്കി അതോടെ പലായനം ചെയ്തു പ്രഭുവംശജർ അസീസിയിലേക്ക് തിരിച്ചു വന്നു. അന്ന് ക്ലാരയ്ക്ക് 9 വയസ്സായിരുന്നു. ആത്മീയമായ അനുദിന ആഹാരം ദൈവവചനമെന്നാണ് ക്ലാരയുടെ വിശ്വാസം. തിരുവചനമായ ഈ ആഹാരം ഒരാളുടെ ആത്മീയ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ആത്മാവിൻ്റെ പ്രാണവായു പ്രാർത്ഥനയാണ്. നന്മ ചെയ്യുക, തിന്മ ചെയ്യാതിരിക്കുക എന്നതാണ് ആത്മീയ വ്യായാമത്തിൻ്റെ അടിസ്ഥാനം. പക്വത വന്ന ഒരു അധ്യാപികയെപ്പോലെ അവൾ എല്ലാവരോടും ഈ കാര്യങ്ങൾ പറയുമായിരുന്നു. ദൈവത്തോട് കൂടുതൽ ആത്മബന്ധമുള്ളതായി അവൾക്ക് അനുഭവപ്പെട്ടു. ഈ ജീവിതം ദൈവത്തിന് വേണ്ടി അവിടുത്തെ ഹിതം അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവൾക്ക് അതിയായ ആഗ്രഹം ഉണ്ടായി. പെട്ടെന്നാണിത് സംഭവിച്ചത്. ഉറങ്ങിക്കിടന്ന ഫ്രാൻസിസിനെ ആരോ വിളിച്ചുണർത്തി. ആരായിരിക്കും? സംശയിക്കേണ്ട, മറ്റാരുമല്ല, ദൈവസ്വരമായിരുന്നു. എന്നിട്ട് ഇപ്രകാരം ചോദിച്ചു: ഫ്രാൻസിസ്, ആരെ സേവിക്കാനാണ് നിനക്ക് കൂടുതൽ അഭികാമ്യം, യജമാനെയോ വൃത്തിനെയോ? ഫ്രാൻസിസ് യജമാനെ. യാതൊരു സംശയവും കൂടാതെ ഫ്രാൻസിസ് മറുപടി നൽകി. ദൈവം പിന്നെ എന്തിനാണ് നീ വൃത്തിനെ സേവിക്കാൻ പോകുന്നത്? ഈ ചോദ്യം ഫ്രാൻസിസിന്റെ ആത്മാവിൽ ആഴത്തിൽ തറച്ചു. വളരെ താഴ്മയോടെ ഫ്രാൻസിസ് കർത്താവിനോട് ചോദിച്ചു: കർത്താവെ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവം, നീ അസീസിയിലേക്ക് പോവുക. അവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യണമെന്ന് നീ അറിയും. അങ്ങനെ യുദ്ധത്തിന് പോകാതെ ഫ്രാൻസിസ് ദൈവഹിതം അനുസരിച്ച് അസീസിയിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ചു. അസീസി പട്ടണത്തിലെ പ്രമുഖ വസ്ത്രവ്യാപാരിയുടെ മകനായിരുന്നു പീറ്റർ ബെർണാഡ്. അദ്ദേഹത്തിൻ്റെ സ്നേഹസമ്പന്നനായ ഭാര്യയാണ് പീക്കായ്. അവരുടെ മകനാണ് നമ്മുടെ ഫ്രാൻസിസ്. വിശുദ്ധ ഫ്രാൻസിസും വിശുദ്ധ ക്ലാരയും തമ്മിൽ വളരെയധികം സൗഹൃദത്തിലായിരുന്നു. ഫ്രാൻസിസിൻ്റെ അച്ഛൻ വലിയ പണക്കാരനായിരുന്നു. ക്ലാരയുടെ കുടുംബവും ഒരു പ്രഭു കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു വിശുദ്ധ ക്ലാര. നമ്മുടെ ക്ലാരയും ഫ്രാൻസിസും ആത്മമിത്രങ്ങളായിരുന്നു. ഫ്രാൻസിസും ക്ലാരയും ഈ പേരുകൾ വേർതിരിക്കാനാവാത്ത വിധം ഒന്നായിപ്പോയി. ക്ലാര ഫ്രാൻസിസിന്റെ നിഴൽ മാത്രമായിരുന്നു. ഫ്രാൻസിസിനപ്പുറം ക്ലാരയ്ക്ക് പ്രസക്തിയില്ലായിരുന്നു. തൻ്റെ ആത്മമിത്രത്തിനുണ്ടായ മാറ്റങ്ങൾ ക്ലാരയെ അത്ഭുതപ്പെടുത്തി.
1 വർഷം വരെ തൻ്റെ കൂടെയുണ്ടായിരുന്ന ആൾ ഇന്നൊരു സന്യാസിയായിരിക്കുന്നു. ഇനി ഒരിക്കലും അദ്ദേഹത്തെ തനിക്ക് തിരിച്ചു കിട്ടുകയില്ലെന്ന്. ഫ്രാൻസിസ് ദൈവത്തിൻ്റെ മാത്രമായിരിക്കുന്നു. ഇനി ദൈവത്തിനു വേണ്ടി മാത്രം. ക്ലാര ആത്മഗതം ചെയ്തു. ഫ്രാൻസിസ് വിവാദ നായകനായി. നാട്ടിലെ സംസാര വിഷയം ഫ്രാൻസിസായി മാറി. ആത്മീയതയിലേക്ക് വഴുതി വീണ ക്ലാരയെ ഫ്രാൻസിസിൻ്റെ ആദർശധീരതയും ജീവിത രീതിയും ആകർഷിച്ചു. വീണ്ടും 2 വർഷം കഴിഞ്ഞു. ഫ്രാൻസിസ് ഒരു വലിയ സുവിശേഷ പ്രസംഗകനായി. ക്ലാര അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ശ്രദ്ധയോടെ കേട്ടു. ഓരോ വാക്കുകളും അവളുടെ ഹൃദയത്തെ സ്പർശിച്ചു. പ്രസംഗം കഴിഞ്ഞ് തിരിച്ചു വന്ന ഫ്രാൻസിസുമായി ക്ലാര ഇതേപ്പറ്റി സംസാരിച്ചു. അവളുടെ ആത്മാവിൽ കത്തിനിന്ന ദൈവസ്നേഹ അഗ്നിയുടെ തിളക്കം ഫ്രാൻസിസ് ശ്രദ്ധിച്ചു. ഫ്രാൻസിസിനെ പോലെ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിത്തിരിക്കുവാൻ അവൾ തീരുമാനിച്ചു. ഓർത്തലനോ ചെറുപ്പത്തിൽ പറഞ്ഞു കൊടുത്ത കഥ ക്ലാര ഇന്നും ഓർക്കുന്നു. അന്ന് തന്നെ ആ ബെനഡിക്റ്റൻ സഹോദരിമാരുടെ കഥ അവളെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. ആ സ്ത്രീകളെ പോലെ തൻ്റെ ജീവിതവും യേശുവിന് സമർപ്പിക്കുവാൻ അവൾ ആഗ്രഹിച്ചു. എല്ലാ ദിവസവും ക്ലാരയും സഹോദരിമാരും ദേവാലയത്തിൽ പോകുമായിരുന്നു. ഒഴിവു സമയങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു. ഒരു പ്രഭു കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു ക്ലാര. തൻ്റെ പിതാവ് അസീസിയിലെ ധനികനായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ സുഖഭോഗങ്ങളും ആഡംബരങ്ങളും അനുഭവിച്ചാണ് ക്ലാര വളർന്നത്. ഒരുപാട് ആഭരണങ്ങളും പട്ടുടുപ്പുകളും അവൾക്കുണ്ടായിരുന്നു. ആഡംബരങ്ങളോട് തനിക്ക് താല്പര്യം ഇല്ലായിരുന്നിട്ടും മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി അവൾ അതെല്ലാം അണിഞ്ഞിരുന്നു. ക്ലാര വളർന്നെന്ന് അപ്പച്ചനും അമ്മയ്ക്കും തോന്നി. അവൾക്ക് വേണ്ടി നല്ല വിവാഹാലോചനകൾ കൊണ്ടുവന്നു. പക്ഷേ ക്ലാരയ്ക്ക് വിവാഹ ജീവിതത്തോട് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. പസപ്പിക്കയോട് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സ് വല്ലാത്ത സന്തോഷം തോന്നി. ആ രാത്രി പസപ്പിക്കയും അവളും ഒരുപാട് നേരം പ്രാർത്ഥിച്ചു. അങ്ങനെ അവൾ ഫ്രാൻസിസ് അസീസിയെ കാണാൻ തീരുമാനിച്ചു. ഫ്രാൻസിസും ക്ലാരയിൽ ഒരുപാട് നേരം സംസാരിച്ചു. യേശുവിൻ്റെ കൂടെയുള്ള ജീവിതത്തെക്കുറിച്ച് ഫ്രാൻസിസ് ക്ലാരയോട് പറഞ്ഞു കൊടുത്തു. ഈ ലോകത്തിൻ്റെ സൗന്ദര്യം വഞ്ചനാപരമാണ്, പ്രതീക്ഷകൾ നിഷ്ഫലമാണ്. ഫ്രാൻസിസിൻ്റെ ഈ വാക്കുകൾ ക്ലാരയെ വല്ലാതെ സ്വാധീനിച്ചു. യേശുവിൻ്റെ അടുത്തേക്ക് എത്താനുള്ള ആഗ്രഹത്തെ അത് ഇരട്ടിപ്പിച്ചു. അങ്ങനെ അവൾ ഒന്നും ചിന്തിക്കാതെ ഇറങ്ങിത്തിരിക്കാൻ തീരുമാനിച്ചു. ഒരു സ്നേഹത്തിൻ്റെ മൃദുലതയോടെയാണ് ഫ്രാൻസിസ് ക്ലാരയോട് സംസാരിച്ചത്. തന്നെ ഗാഢമായി സ്നേഹിക്കുന്ന ക്രിസ്തുവിൻ്റെ മുഖം ക്ലാര ഫ്രാൻസിസിൽ കണ്ടു. ക്രിസ്തുവുമായുള്ള വിവാഹത്തിൻ്റെ മാധുര്യം എന്തെന്ന് ഫ്രാൻസിസ് ക്ലാരയെ ബോധ്യപ്പെടുത്തി. ക്ലാരയ്ക്ക് ഫ്രാൻസിസുമൊത്തുള്ള നിമിഷങ്ങൾ ആസ്വാദമായി അനുഭവപ്പെട്ടു. അതുവരെ തിരിച്ചറിയാത്ത പുതിയ പാത അവൾ കണ്ടെത്തുകയായിരുന്നു. ഫ്രാൻസിസിൻ്റെ വാക്കുകൾ ജ്വലിക്കുന്ന അഗ്നിയായും അദ്ദേഹത്തിൻ്റെ ജീവിതശൈലി സുവിശേഷാത്മകമായും ക്ലാരയ്ക്ക് അനുഭവപ്പെട്ടു. പ്രഭുവിൻ്റെ മകൾക്ക് തൻ്റെ സ്വത്ത് മുഴുവൻ ഉപേക്ഷിക്കാൻ പറ്റും. പരുക്കൻ ഉടുപ്പിനും ബെൽറ്റിനും പകരം കയർ കെട്ടാനും സാധിക്കും. നഗ്നപാതയായി നടക്കാനും കഴിയും. വീടുകൾ കയറി ഇറങ്ങി ഭിക്ഷയാചിക്കാനും കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാനും സാധിക്കും. ഒരക്ഷരവും ഉരിയാടാതെ അത്ഭുതത്തോടെ അവൾ അദ്ദേഹത്തെ നോക്കി നിന്നു. നിലാവുള്ള ഒരു തണുത്ത രാത്രിയിൽ ക്ലാര വീട് വിട്ടിറങ്ങി. തൻ്റെ ഒപ്പം കൂട്ടുകാരി പസബിക്കയും ഉണ്ടായിരുന്നു. മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകാൻ അവൾക്ക് വിഷമമുണ്ടായിരുന്നു. എങ്കിലും താൻ ഒരു നല്ല കാര്യത്തിനാണല്ലോ പോകുന്നത് എന്നവൾ സമാധാനിച്ചു. ഒലിവ് മരത്തോട്ടത്തിലൂടെ അവർ നടന്നു എന്ന് പറയുന്നതിനേക്കാൾ ഓടി എന്ന് പറയുന്നതാകും ശരി. ഫ്രാൻസിസിൻ്റെ അടുത്തേക്കായിരുന്നു അവളുടെ യാത്ര. അവിടെ എത്തി ശിരോവസ്ത്രം അണിഞ്ഞ് യേശുവിനെ മണവാട്ടിയാവാൻ അവൾക്ക് തിടുക്കമായി. കർത്താവേ, അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ, അങ്ങനെ നയിക്കണമേ, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. നടക്കുന്ന വഴിയിലെല്ലാം അവൾ മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്നു. ക്രൂശിതരൂപത്തിന് മുമ്പിൽ ഫ്രാൻസിസ് മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ദൈവസ്നേഹത്തിൻ്റെ ശോഭ ആ മുഖത്ത് കാണാമായിരുന്നു. ക്ലാര അവിടെ ചെന്ന് മുട്ടുകുത്തി ഇരുന്നു. 2 പേരും പ്രാർത്ഥനയിൽ മുഴുകി. പ്രാർത്ഥന കഴിഞ്ഞ് ഫ്രാൻസിസ് ക്ലാരയോട് ചോദിച്ചു, സഹോദരി, നീ എടുത്തിരിക്കുന്ന തീരുമാനം ഉറച്ചതും നല്ല ബോധ്യത്തോടും കൂടിയാണോ? ക്ലാര ആൾത്താരയിലേക്ക് കൈനീട്ടിക്കൊണ്ട് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു, പരിപൂർണ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ട് നിത്യകന്യകയായി എനിക്ക് ജീവിക്കണം. ക്രിസ്തുവിനെ മാത്രം മതിയെന്നും മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ലെന്നും അവൾ പറഞ്ഞു. രാത്രിയുടെ നിശബ്ദതയിൽ ക്ലാര താൻ അണിഞ്ഞിരുന്ന വില കൂടിയ വസ്ത്രങ്ങളും ചെരുപ്പുകളും ആഭരണങ്ങളും അഴിച്ചുമാറ്റി ചാരനിറമുള്ളതും പരുക്കനുമായ തിരുവസ്ത്രം ധരിച്ചു. അരയിൽ ഒരു കയറും കെട്ടി. അഴകുള്ള സ്വർണ്ണ കമ്പി പോലുള്ള തലമുടി മുറിച്ചു മാറ്റി. തലയിൽ ഒരു കറുത്ത തുണി കെട്ടി. അങ്ങനെ പരിപൂർണ മനസ്സോടെ പൂർണ്ണ സമ്മതത്തോടെ ദരിദ്ര വസ്ത്രം സ്വീകരിച്ചുകൊണ്ട് അവൾ ഫ്രാൻസിസിൻ്റെ ശിഷ്യയായി. പക്ഷേ അപ്പോഴേക്കും ക്ലാര സാൻ പൗളോ മഠത്തിലേക്ക് പോയിരുന്നു. സാൻ പൗളോ മഠം വളരെ വലുതും സമ്പന്നയുമായിരുന്നു. കനത്ത മതിലും ഗേറ്റും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്നൊന്നും ആർക്കും അതിനുള്ളിൽ കടക്കാൻ സാധിക്കുമായിരുന്നില്ല. മൗനാൾദോ അവിടെ എത്തി ഉച്ചത്തിൽ അലറി വിളിച്ചു. തന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് സഹോദരൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നറിയാമായിരുന്നിട്ടും ക്ലാര തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. ദേവാലയത്തിന് മുമ്പിൽ വന്നു നിന്നിട്ട് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ മണവാട്ടിയാകാനാണ് ആഗ്രഹിക്കുന്നത്. എന്നെ ആരും അന്വേഷിക്കണ്ട. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരിയായിരുന്നു ആഗ്നസ്. ഈ സഹോദരി സന്യാസ ജീവിതത്തിൽ
അവൾ തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് അവൾ അറിയാതെ ആശിച്ചു. ഒടുവിൽ തൻ്റെ പ്രാർത്ഥന സഫലമായി. ഫ്രാൻസിസിൻ്റെയും ക്ലാരയുടെയും ലളിത ജീവിതം അവളെ വല്ലാതെ ആകർഷിച്ചു. ദൈവസ്നേഹത്താൽ അവളും തന്നോടൊപ്പം മഠത്തിൽ ചേരാനെത്തി. ആഗ്നസും വീട് വിട്ടിറങ്ങി. ക്ലാരയ്ക്ക് അതിൽ ഒരുപാട് വിഷമമുണ്ടായിരുന്നു. വേഗം തന്നെ അവൾ ക്രൂശിത രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അത്ഭുതം എന്ന പോലെ ആഗ്നസിൻ്റെ ശരീരം ഇരുമ്പ് പോലെ ബലമുള്ളതായി. മൊനാൾഡോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എല്ലാവരും വളരെ അത്ഭുതത്തോടെ അത് നോക്കി നിന്നു. മഞ്ഞു വീഴുന്ന ആ സുദിനത്തിൽ താൻ സാൻ ആഞ്ചലോസോയുടെ പടവുകൾ കയറി വരുന്നു. ഫ്രാൻസിസ്. തൻ്റെ കണ്ണുകളിൽ ക്ലാരയ്ക്ക് വിശ്വസിക്കാനായില്ല. ഫ്രാൻസിസിൻ്റെ മുഖം വളരെ പ്രസന്നമായിരുന്നു. എങ്കിലും നേരം ശരിക്കും വെളുക്കുന്നതിന് മുമ്പുള്ള ഈ വരവിന് പിന്നിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും. എന്തായിരിക്കും ഫ്രാൻസിസിൻ്റെ ഈ വരവ്? അവൾ അറിയാതെ മനസ്സിൽ ഓർത്തു. പെട്ടെന്ന് തന്നെ ആഗ്നസും ക്ലാരയും ഫ്രാൻസിസിൻ്റെ ഒപ്പം സാൻ ആഞ്ചലസിലെ സന്യാസിനികൾക്ക് നന്ദി പറഞ്ഞിട്ട് സാൻഡാമിയാനോയിലേക്ക് തിരിച്ചു. അധികം വൈകാതെ തന്നെ അവർ സാൻഡാമിയാനോയിൽ എത്തി. ദൈവം തനിക്കായി വെച്ചിരുന്ന ഭവനം അതാണെന്ന് ക്ലാരയുടെ മനസ്സ് പറഞ്ഞു. സമ്പൂർണ്ണ ദാരിദ്ര്യവും പ്രായശ്ചിത്തവുമുള്ള ഒത്തിണങ്ങിയ ഒരു ശൈലിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടം എല്ലാം അവർക്ക് പരിചയപ്പെടുത്തിയിട്ട് ഫ്രാൻസിസ് ഓർസിംഗ്ലോയിലേക്ക് തിരിച്ചുപോയി. താമസിക്കാതെ അവർ അവിടെ ഒരു സഭയ്ക്ക് രൂപം നൽകി. സാധുകന്യകയുടെ സഭ എന്നാണ് ആ സഭയുടെ പേര്. എല്ലാ അർത്ഥത്തിലും ഇത് ഒരു ആദർശമായിരുന്നു. അനേകം സാധുസ്ത്രീകൾ ഈ സഭയിൽ അംഗമായി വന്നു. ഈ ലളിതമായ ജീവിത രീതിയിലൂടെ യേശുവിനെയും അദ്ദേഹം ജീവിച്ച സാഹചര്യത്തെയും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാനായിരുന്നു സാൻഡാമിയോയിലെ പ്രവൃത്തികളിലൂടെ ക്ലാര ആഗ്രഹിച്ചത്. വിശുദ്ധ മാലാഖമാരുടെ രാജ്ഞിയുടെ ദേവാലയം പോലെ തന്നെ ഇതും വളരെ ചെറുതായിരുന്നു. ഇതിനോടനുബന്ധിച്ചുള്ള ഭവനത്തിലാണ് ക്ലാര തൻ്റെ സഹോദരിയുമൊത്ത് താമസം ആരംഭിച്ചത്. അങ്ങനെ ഫ്രാൻസിസ് സഹോദരിമാർക്ക് വേണ്ടി ആരംഭിച്ച ഫ്രാൻസിസ്കൻ രണ്ടാം സഭയുടെ ജന്മഗൃഹമായി തീർന്നു സാൻഡാമിയാനോ. കല്ലുപാകിയ തറയിൽ വൈക്കോൽ വിരിച്ചാണ് ക്ലാരയും സഹോദരിമാരും കിടന്നത്. ആദ്യ ദിവസങ്ങളിൽ ക്ലാര ഉണങ്ങിയ മുന്തിരി വള്ളികൾ തറയിൽ വിരിക്കുകയും ഒരു തടിക്കഷ്ണം തലേണയായി ഉപയോഗിക്കുകയും ചെയ്തു. ആഡംബരങ്ങളിൽ നിന്നെല്ലാം വിട്ടുമാറി ദാരിദ്ര്യം അണിഞ്ഞ മണവാട്ടിയെപ്പോലെ സ്വയം വരിച്ച് ഫ്രാൻസിസിൻ്റെ പാത എല്ലാവിധത്തിലും പിന്തുടരുവാൻ ക്ലാര തീവ്രമായി ആഗ്രഹിച്ചു. സ്വന്തമായി ഒന്നും സംഭരിച്ചു വയ്ക്കുവാൻ തയ്യാറാകാതെ ചുറ്റുമുള്ളവരുടെ ഔദാര്യത്തിൽ മാത്രം ആശ്രയിച്ച് അവർ ജീവിച്ചു. ലോകരക്ഷകനായ ദാരിദ്ര്യത്തിൽ തീർന്ന ക്രിസ്തുവിനെ സ്വയം ജീവിതത്തിൽ അവതരിപ്പിക്കുവാൻ ക്ലാര കണ്ടെത്തിയ മാർഗം ദാരിദ്ര്യപൂർണവും പാലിച്ച് അതിൻ്റെ എല്ലാ ക്ലേശങ്ങളും സ്നേഹപൂർവ്വം സ്വീകരിച്ച് ലോകത്തിൻ്റേതല്ലാതെ ജീവിക്കണമെന്നതായിരുന്നു. സഹോദരിമാരുടെ ഭക്ഷണവും വസ്ത്രവും എളിയ തരത്തിലുള്ളതായിരുന്നു. ചണനാര് കൊണ്ട് തുന്നിയെടുത്ത പരുക്കൻ വസ്ത്രങ്ങളാണ് അവർ ഉപയോഗിച്ചത്. അരയിൽ കെട്ടാൻ ചണനൂലുകൾ ഉണ്ടാക്കിയ കയർ, തലയിൽ വെള്ള വസ്ത്രവും അതിനു മുകളിൽ ഒരു കറുത്ത ശിരോവസ്ത്രവും. അവർ പാദരക്ഷ അണിഞ്ഞിരുന്നില്ല. ഒരു ദിവസം ക്ലാര തൻ്റെ വസ്ത്രം തുന്നിക്കൊണ്ടിരുന്നപ്പോൾ ആരോ തന്നെ പിന്നിൽ നിന്ന് വിളിച്ചതായി തോന്നി. അവൾ മെല്ലെ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവൾക്ക് വിശ്വസിക്കാനായില്ല ആ കാഴ്ച. തൻ്റെ ഉറ്റമിത്രം പസഫിക്ക തന്നെ തേടി തൻ്റെ അതേ വഴിയിലൂടെ ജീവിക്കുവാനുള്ള ആഗ്രഹവുമായി മുമ്പോട്ട് വന്നിരിക്കുന്നു. അങ്ങനെ അവർ 3 പേരും കൂടി സാൻഡാമിയാനോയെ മാറ്റിമറിച്ചു. നാളുകൾ പലതും കഴിഞ്ഞുപോയി. ക്ലാരയുടെ പിതാവ് മരിച്ചു. പാപം ഓർത്തലനോ ഇനി തനിയെ ഏകാന്തതയുടെ തടവുകാരിയായ അമ്മയ്ക്ക് വേണ്ടി ക്ലാര പ്രാർത്ഥിച്ചു. ഒടുവിൽ ഒഫുദ്രിച്ചിയ കുടുംബത്തിലെ അനേകം സ്വത്തുക്കളും സ്ഥാനമാനങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഓർത്തലനോ ക്ലാരയുടെ അടുത്തെത്തി. ക്ലാരയുടെ ജീവിതം വളരെ സന്തോഷവും നിറഞ്ഞതായിരുന്നു. കാരണം താൻ ഉപേക്ഷിച്ചു വന്നവരെല്ലാം ഇതാ ഇപ്പോൾ തന്നെ തേടിയെത്തിയിരിക്കുന്നു. ഓർത്തലനോ എന്ന പേരിൻ്റെ അർത്ഥം തോട്ടക്കാരി എന്നാണ്. ശരിക്കും സാൻഡാമിയാനോയിൽ അവർ ഒരു തോട്ടക്കാരിയായിരുന്നു. സഹോദരിമാർക്കുള്ള ഭക്ഷണവും പഴവർഗ്ഗങ്ങളും എല്ലാം അവരവർ തന്നെ കൃഷി ചെയ്യണം എന്നതാണ് അവിടുത്തെ നിയമം. ക്ലാരയും ഫ്രാൻസിസും കൂടി 1216 ജനുവരിയിൽ ഒരു നിയമാവലി ഉണ്ടാക്കി. സുവിശേഷ ദാരിദ്ര്യത്തിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു നിയമമില്ലെന്നായിരുന്നു ക്ലാരയുടെ ഉത്തമ ബോധ്യം. ക്ലാര അത് മാർപ്പാപ്പയ്ക്ക് സമർപ്പിച്ചു. ഈ അപേക്ഷ ഇന്നസെൻ്റ് മൂന്നാമൻ മാർപ്പാപ്പ അംഗീകരിച്ചു. സമ്പൂർണ്ണ ദാരിദ്ര്യത്തോടുള്ള ഈ ആഗ്രഹത്തെ പരിശുദ്ധ പിതാവ് അഭിനന്ദിച്ചു. സഭാചരിത്രത്തിൽ സ്വന്തമായ ഒരു സന്യാസ സഭ നിയമാവലി എഴുതിയുണ്ടാക്കിയ പ്രഥമ വനിതയായിരുന്നു വിശുദ്ധ ക്ലാര. സ്വന്തം ജീവിതത്തിൽ ക്ലാര പരീക്ഷിച്ചതും വിജയിച്ചതുമായ ജീവിതശൈലിയായിരുന്നു ആ നിയമാവലിയിൽ ഉണ്ടായിരുന്നത്. ഇതുവഴി ക്ലാരയുടെ ശബ്ദം എല്ലാവരും തിരിച്ചറിഞ്ഞു. അവളുടെ ജീവിതം അനേകർക്ക് പുതിയ വെളിച്ചമായി
ക്ലാരയുടെ ഈ ചിന്താഗതിയെ ഫ്രാൻസിസ് അനുമോദിച്ചു. അവൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തു. തൻ്റെ പ്രിയ ശിഷ്യയായിരുന്ന ക്ലാരയെ അദ്ദേഹം ചെറുചെടിയോടാണ് ഉപമിച്ചിരുന്നത്. ഫ്രാൻസിസിൻ്റെ ചെറുചെടിയായിരുന്നു ക്ലാര. എന്ത് കാര്യവും ഫ്രാൻസിസിൻ്റെ അനുവാദത്തോടെ ചെയ്യുമായിരുന്നുള്ളൂ. എന്തെങ്കിലും ഒരു വ്യക്തമായ കാരണമില്ലാതെ ഫ്രാൻസിസ് എതിർപ്പൊന്നും പറയില്ലെന്ന് ക്ലാരയ്ക്ക് അറിയാമായിരുന്നു. ക്ലാര രോഗികൾക്ക് അമ്മയായിരുന്നു. മാതൃവാത്സല്യത്തിൻ്റെ മൂർത്തിഭാവമായിരുന്നു. വാത്സല്യനിധിയായ അമ്മ തൻ്റെ ഏക മകനെ ശുശ്രൂഷിക്കുന്നത് പോലെയാണ് ക്ലാര തൻ്റെ സഹോദരിമാരെയും ശുശ്രൂഷിച്ചിരുന്നത്. നിരാശരായി കഴിയുന്നവരെയും വേദനയിൽ കഷ്ടപ്പെടുന്നവരെയും ഫ്രാൻസിസും സഹോദരിമാരും ക്ലാരയുടെ അടുത്തേക്ക് പറഞ്ഞുവിട്ടു. മരുഭൂമിയിലെ ഒരു ജലകണിക പോലെയായിരുന്നു ആശ്രിതർക്കും ആലംബഹീനർക്കും ക്ലാര. ക്ലാരയുടെ ജീവിതത്തിൽ മുഖ്യസ്ഥാനം പ്രാർത്ഥനയ്ക്കായിരുന്നു. രാത്രിയുടെ ഏകാന്തയാമങ്ങളിൽ അവൾ കൂടുതൽ ഏകാഗ്രതയോടും തീക്ഷ്ണതയോടും കൂടി പ്രാർത്ഥിച്ചു. മഠത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പുറത്തുപോയി വരുന്ന സഹോദരിമാരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കുക ക്ലാരയുടെ ശീലമായിരുന്നു. ഈ പ്രവൃത്തിയിൽ ക്ലാര അനുനിർവചനീയമായ സംതൃപ്തി അനുഭവിച്ചിരുന്നു. ഒരിക്കൽ പുറത്തുപോയി വന്ന ഒരു സഹോദരിയുടെ പാദം കഴുകി ചുംബിക്കാൻ ക്ലാര തലകുനിച്ചപ്പോൾ പെട്ടെന്ന് ആ സഹോദരി കാല് പിന്നോട്ട് വലിച്ചു. ഇതിനിടയിൽ ക്ലാരയുടെ ചുണ്ടിന് അല്പം ക്ഷതമേറ്റു. തെറ്റ് മനസ്സിലാക്കിയ സഹോദരി ക്ലാരയുടെ കാൽക്കൽ വീണ് മാപ്പ് ചോദിക്കുവാൻ തുനിഞ്ഞു. എന്നാൽ വിനയത്തോടെ മാതൃകയായ ക്ലാര വേദനയിലും പുഞ്ചിരിച്ചുകൊണ്ട് ആ സഹോദരിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൾ വീണ്ടും കുനിഞ്ഞ ആ സഹോദരിയുടെ പാദങ്ങൾ സ്നേഹത്തോടെ ചുംബിച്ചു. കർത്താവിൻ്റെ പേരിൽ വേദന സഹിക്കാൻ ആ അവസരം ലഭിച്ചതിൽ ക്ലാര സന്തോഷിച്ചു. ഒരിക്കൽ യാത്ര കഴിഞ്ഞെത്തിയ സിസ്റ്റർ ആഗ്നസിൻ്റെ പാദങ്ങൾ ക്ലാര കഴുകി തുടച്ചു. പാദങ്ങൾ മുക്കിക്കഴുകിയ ആ പാത്രത്തിൽ നിന്നും അല്പം വെള്ളമെടുത്ത് ക്ലാര കുടിച്ചു. അമൃത് പാനം ചെയ്യുന്നത് പോലെയുള്ള സംതൃപ്തിയും സന്തോഷവും അവളുടെ മുഖത്ത് നിഴലിച്ചു. ക്ലാരയുടെ സംതൃപ്ത ഭാവം ആഗ്നസിനെ അത്ഭുതപ്പെടുത്തി. അവൾക്കും ആ വെള്ളത്തിൽ പങ്കുപറ്റണമെന്ന് തോന്നി. എന്നാൽ ക്ലാര അവളെ അനുവദിച്ചില്ല. ചിരിച്ചുകൊണ്ട് ബാക്കി ജലം അവൾ കമിഴ്ത്തി കളഞ്ഞു. ക്ലാരയുടെ നാമകരണ നടപടിയിൽ സിസ്റ്റർ ആഗ്നസ് ഏറ്റുപറഞ്ഞതാണ് ഈ സംഭവം. ആരുടെയും അധികാരിയാകാൻ ക്ലാര ആഗ്രഹിച്ചില്ല. പകരം എല്ലാവരുടെയും ദാസിയാകാനായിരുന്നു ക്ലാരയുടെ ആഗ്രഹം. ക്ലാരയുടെ കരങ്ങൾ തൊട്ടാൽ ഏത് മാറാരോഗവും മാറുമായിരുന്നു. ദൈവം ഭൂമിയിൽ ക്ലാരയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതായി അസീസിയിലെ ആളുകൾ കണക്കാക്കി. ഒരു ദിവസം സാന്റാമിയോനോ ദേവാലയം സൈനികരാൽ ചുറ്റപ്പെട്ടു. ആയുധധാരികളായ സൈന്യം ദേവാലയം ആക്രമിക്കാൻ തയ്യാറെടുത്തു. അന്ന് ക്ലാര അസുഖം ബാധിച്ച് കിടപ്പിലായിരുന്നു. ദേവാലയത്തിന് ചുറ്റും കൂറ്റൻ മതിലുകളും ഗേറ്റുകളും ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് കുറേ വൃക്ഷങ്ങളും ചെടികളുമായിരുന്നു. ദേവാലയത്തിൽ നിന്നുള്ളവർ എല്ലാവരും പേടിച്ചു വിറച്ചു. ക്ലാര ആണെങ്കിൽ അകത്ത രോഗാവസ്ഥയിൽ. പുറത്ത് സൈന്യം എന്തു ചെയ്യണമെന്നറിയാതെ എല്ലാവരും പകച്ചു നിന്നു. ഒടുവിൽ അവർ ക്ലാരയെ വിളിച്ച് കാര്യങ്ങൾ ബോധിപ്പിച്ചു. തീരെ വയ്യാതിരുന്നിട്ടും ക്ലാര മെല്ലെ എഴുന്നേറ്റ് പടികളിറങ്ങി താഴെ എത്തി സഹോദരിമാരോട് പറഞ്ഞു, എല്ലാവരും രക്ഷകനായ ഈശോയോട് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുവിൻ, ഒരു കുഴപ്പവും വരികയില്ല. ക്ലാര തറയിൽ കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിച്ചു. എല്ലാവരും ക്ലാരയുടെ കൂടെ പ്രാർത്ഥിച്ചു. തൻ്റെ ശവമഞ്ചത്തിൽ ചവിട്ടി അല്ലാതെ അവർ അകത്ത് കടക്കുകയില്ലെന്ന് ക്ലാര സഹോദരിമാരോട് പറഞ്ഞു. എന്നിട്ട് പരിശുദ്ധ കുർബാന എഴുന്നള്ളി വെച്ചിരുന്ന അരുളിക്ക് കൈകളിൽ ഉയർത്തിപ്പിടിച്ചു. പിന്നെ പടയാളികളുടെ നേരെ തിരിഞ്ഞു. വലിയ കുഴപ്പങ്ങളൊന്നും സൈനികർ പെട്ടെന്ന് പരിഭ്രാന്തരായി പകച്ചു നിന്നു. പരാജയഭീതിയോടെ അവർ നാലുപാടും ചിതറിയോടി. ചുറ്റിലും നോക്കി നിന്നവർ ഇത് കണ്ട് നെടുവീർപ്പെട്ടു. സഹോദരിമാർ വിസ്മയിച്ചു നിന്നു. തങ്ങളുടെ അമ്മയിലൂടെ ദൈവം നൽകിയ പ്രത്യേക സംരക്ഷണത്തിന് അവർ ഹൃദയം നിറഞ്ഞ് നന്ദി രേഖപ്പെടുത്തി. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ദിവസങ്ങൾ കടന്നുപോയി. 2 വർഷം പെട്ടെന്ന് കടന്നു. ക്ലാര അവശയായി തുടങ്ങി. അസീസിയെ നശിപ്പിക്കാനുള്ള ആദ്യത്തെ ശ്രമം വിഫലമായതിനെ തുടർന്ന് ഫെഡറിക് വീണ്ടും സൈന്യത്തെ അസീസിയിലേക്ക് അയച്ചു. ഇതറിഞ്ഞ ക്ലാര തൻ്റെ ശിരോവസ്ത്രം അഴിച്ചുമാറ്റി ചാരം പൂച്ചി ദിവസങ്ങൾ നീണ്ട ഉപവാസം അനുഷ്ഠിച്ചു. തൻ്റെ സഹോദരിമാർ മനസ്സൊരുക്കി ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിച്ചു. അസീസി ദൈവകരങ്ങളിൽ സുരക്ഷിതമാണെന്ന് ക്ലാരയ്ക്ക് ഉറപ്പായിരുന്നു. അസീസിയിലെ ക്രിസ്ത്യൻ പടയാളികൾക്ക് തങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പടയാളികൾ നാലുപാടും ചിതറിയോടി. അസീസി നഗരം അത്ഭുതകരമായി രണ്ടാമതും രക്ഷപ്പെട്ടു. ഇതിൻ്റെ രഹസ്യങ്ങൾ അറിയാൻ നഗരവാസികൾ തിടുക്കം കൂട്ടി. പ്രത്യേക ശുശ്രൂഷ ആവശ്യമായിരുന്ന രോഗികളോട് വലിയ കാരുണ്യത്തോടെയാണ് ക്ലാര പെരുമാറിയത്. മലമൂത്ര വിസർജനങ്ങൾ എടുക്കേണ്ട അവസരങ്ങൾ ക്ലാര തന്നെയായിരുന്നു മുൻപന്തിയിൽ. അവളുടെ ശരീരം ദുർഗന്ധം അവളുടെ ആത്മാവിന് സുഗന്ധമായിരുന്നു. സാന്റാമിയോനിയോയിൽ വെച്ച് ഫ്രാൻസിസിനോട് സംസാരിച്ച അതേ ക്രൂശിത രൂപത്തിന് മുമ്പിലിരുന്നാണ് ക്ലാരയും ധ്യാനിച്ചത്. പ്രാർത്ഥനാ സമയത്തും ജോലിക്കിടയിലും എല്ലാം ക്ലാര പ്രാർത്ഥിച്ചിരുന്നു. യേശുവിൻ്റെ തിരുമുറിവുകൾ ഫ്രാൻസിസ് സ്വന്തം ശരീരത്തിൽ വഹിച്ചു. എന്നാൽ ക്ലാര അവയെല്ലാം സ്വന്തം ഹൃദയത്തിൽ ഏറ്റുവാങ്ങി. ക്ലാരയും അതീവ ക്ഷീണിതയായി. ഫ്രാൻസിസ് ഇല്ലാത്ത ഈ ലോകത്ത് ജീവിക്കുവാൻ അവൾ ഒട്ടും ആഗ്രഹിച്ചില്ല. ഫ്രാൻസിസിനൊപ്പം തന്നെയും ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കണമേ എന്ന് അവൾ പ്രാർത്ഥിച്ചു.
സാന്റാമിയോനോയിൽ നിന്നും ഫ്രാൻസിസ് യാത്ര പറഞ്ഞപ്പോൾ ഇനിയും ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമുണ്ടാകില്ലെന്ന് ക്ലാര സംശയിച്ചു. ചികിത്സയുടെ നാളുകളിൽ അവൾ തീക്ഷ്ണമായി ഫ്രാൻസിസ് പിതാവിനു വേണ്ടി പ്രാർത്ഥിച്ചു. വെറും ഒരു സാധാരണക്കാരിയായിരുന്ന ക്ലാരയെ വിശുദ്ധ ക്ലാരയാക്കി മാറ്റുന്നതിൽ ഫ്രാൻസിസ് വലിയ പങ്ക് വഹിച്ചിരുന്നു. ഫ്രാൻസിസ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ക്ലാരയെ ഇന്നും ലോകം അറിയുവാൻ സാധ്യത വളരെ കുറവായിരുന്നു. 1250 നവംബറിൽ ക്ലാരയുടെ ആരോഗ്യസ്ഥിതി അപകടകരമായി തീർന്നു. അവൾ മരണത്തോടടുക്കുകയാണെന്ന് അറിഞ്ഞ് മറ്റ് സഹോദരിമാർക്ക് വളരെയധികം ദുഃഖം അനുഭവപ്പെട്ടു. തങ്ങളുടെ അമ്മയും മാർഗദീപവുമായ ക്ലാരയ്ക്ക് വേണ്ടി അവർ മനമൊരുക്കി പ്രാർത്ഥിച്ചു. നവംബർ മാസം 11-ാം തീയതി വിശുദ്ധ മാർട്ടിൻ്റെ തിരുനാൾ ദിവസം ക്ലാരയുടെ മുറിയിൽ ഒരു മഹാ അത്ഭുതം നടന്നു. രോഗിയായി കിടന്ന അവളുടെ സമീപം വിശുദ്ധ കുർബാനയുമായി ഒരു വൈദികനെത്തി. പെട്ടെന്ന് ആ മുറിയിൽ ഒരു പ്രകാശവലയം പ്രത്യക്ഷപ്പെട്ടു. വൈദികൻ വിശുദ്ധ കുർബാന കൈകളിൽ ഉയർത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ തിരുവോസ്തിക്ക് പകരം അതീവ സുന്ദരനായ കൊച്ചുബാലനെയാണ് ക്ലാര കണ്ടത്. ദിവ്യകാരുണ്യനാഥൻ ഈ ഉണ്ണീശോയായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ഭക്തിയാദങ്ങളോടെ ക്ലാര വിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഉപകാരസ്മരണയ്ക്ക് ശേഷം ക്ലാര പറഞ്ഞു, കർത്താവായ ദൈവം ഇന്നെനിക്ക് നൽകിയ മഹാകാരുണ്യത്തിന് ആകാശവും ഭൂമിയും നിത്യവും അവിടുത്തെ സ്തുതിച്ചാലും മതിയാവുകയില്ല. ക്ലാരയുടെ വിവരമറിഞ്ഞ ആഗ്നസും ബിയാട്രീസും പ്രിയ തോഴിയായ പസിഫിക്കയും വന്നു. എല്ലാവരെയും കണ്ടതുകൊണ്ട് ക്ലാരയ്ക്ക് ഒത്തിരി സന്തോഷവും അതിനേക്കാൾ ഉപരി ആശ്വാസവും തോന്നി. എല്ലാവരും ക്ലാരയെ കാണുവാൻ ആശ്വാസവാക്കുകളുമായി വന്നു. ആഗസ്റ്റ് മാസം ആദ്യ ആഴ്ചയിൽ ഇന്നസെൻ്റ് 4-ാമൻ മാർപ്പാപ്പ ക്ലാരയെ കാണാനെത്തി. അദ്ദേഹം തൻ്റെ കൈകൾ ക്ലാരയുടെ നെറ്റിയിൽ വെച്ചിട്ട് രോഗശാന്തിക്കായി പ്രാർത്ഥിച്ചു. വളരെ വിഷമിച്ച് ക്ലാര അദ്ദേഹത്തിൻ്റെ മോതിരം ചുംബിച്ചു. ക്ലാരയുടെ ശക്തി തീരെ ക്ഷയിച്ചു. എഴുന്നേറ്റിരിക്കാൻ പോലും സാധിക്കുന്നില്ല. ജലപാനം പോലും നടത്താൻ വയ്യാത്ത ദയനീയ സ്ഥിതി. നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും വാക്കുകൾ നേരിയ ശബ്ദത്തിൽ ഉരുവിട്ടുകൊണ്ടിരുന്നു. എന്നെ സൃഷ്ടിച്ചനുഗ്രഹിച്ച ദൈവമേ, അങ്ങേക്ക് നന്ദി. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സുഹൃത ജപമാണ് അവൾ ഉരുവിട്ടുകൊണ്ടിരുന്നതെന്ന് ഫിലിപ്പ സഹോദരിക്ക് വ്യക്തമായി. ഫ്രാൻസിസ് പിതാവിനെ അനുകരിച്ച് സുവിശേഷ ദാരിദ്ര്യത്തെ നിങ്ങൾ സ്നേഹിക്കണം എന്ന് തന്നെ ശുശ്രൂഷിച്ച സഹോദരിമാരെ അവൾ ഇടയ്ക്കിടെ ഓർമ്മപ്പെടുത്തി. ശനിയാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം സഹോദരിമാർ പ്രഭാത ഭക്ഷണത്തിന് ഊട്ടുമുറിയിലേക്ക് പോയി. ക്ലാരയുടെ സഹോദരപുത്രി സിസ്റ്റർ അമാത്ത മാത്രമേ അവളുടെ കിടക്കിക്കരിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ക്ലാരയുടെ മുഖത്ത് ഒരു ദിവ്യപ്രകാശം പരക്കുന്നത് അവൾ കണ്ടു. ക്ലാര സന്തോഷത്തോടെ ആരെയോ സൂക്ഷിച്ച് നോക്കുന്നതായി അവൾക്ക് തോന്നി. ആരെയാണ് അമ്മ നോക്കുന്നതെന്ന് ആരെയെങ്കിലും വിളിക്കണോ? അമ്മാത്ത ചോദിച്ചു. ഇതാ മഹത്വത്തിൻ്റെ രാജാവ് എൻ്റെ അടുക്കിലേക്ക് വരുന്നു, നീ അദ്ദേഹത്തെ കാണുന്നില്ലേ? ക്ലാര മൃദുവായി മന്ത്രിച്ചു. തൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും ദൈവവിളിയിലുള്ള വിശ്വസ്തതയെ പ്രശംസിക്കുകയും അവരുടെ സ്നേഹത്തിനും സേവനത്തിനും നന്ദി പറയുകയും ചെയ്തു. നിറകണ്ണുകളോടെ നേരിയ സ്വരത്തിൽ ക്ലാര എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയും കാത്തുപരിപാലിക്കുകയും ചെയ്യട്ടെ. 1253 ഓഗസ്റ്റ് 9-ാം തീയതി ക്ലാരയുടെ നിയമാവലിക്ക് അംഗീകാരം നൽകുകയും അത് അദ്ദേഹം സ്വന്തം കൈപ്പടയാൽ മുഖവരയായി രേഖപ്പെടുത്തുകയും ചെയ്തു. അംഗീകരിക്കപ്പെട്ട നിയമാവലി ഒരു ദൂതൻ മുഖേന സാന്റാമിയോയിലേക്ക് കൊടുത്തയച്ചു. അങ്ങനെ ക്ലാരയുടെ ഈ അപേക്ഷ മാനിച്ച് അദ്ദേഹം 1257 ഓഗസ്റ്റ് 9-ന് നിയമാവലിക്ക് അംഗീകാരം നൽകി. എന്നിട്ട് അത് ക്ലാരയ്ക്ക് കൊടുത്തയച്ചു. അത് കയ്യിൽ കിട്ടിയപ്പോൾ ക്ലാരയ്ക്ക് പുതിയ ജീവൻ ലഭിച്ചതുപോലെ തോന്നി. ആ മുദ്രയിൽ അവൾ പലവട്ടം ചുംബിച്ചു. ക്ലാരയുടെ ആത്മാവ് പരമാനന്ദത്തിൽ ലയിച്ചു. ഏതോ സ്വർഗീയ ദർശനത്തിൽ മുഴുകി സമാധിയിലാണ്ടു പോകുന്നത് പോലെ സഹോദരിമാർക്ക് തോന്നി. പരിസരബോധത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവളുടെ അതരങ്ങൾ മന്ത്രിക്കുവാൻ തുടങ്ങി. എൻ്റെ ആത്മാവെ, സന്തോഷത്തോടുകൂടെ നിൻ്റെ നാഥൻ്റെ അടുക്കിലേക്ക് പോവുക. നിന്നെ സദാ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവൻ്റെ പക്കലേക്ക് സമാധാനത്തോടെ പോവുക. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ എന്ന പോലെ അവൻ നിന്നെ സംരക്ഷിക്കും. ഈ മന്ത്രണം ശ്രമിച്ചുകൊണ്ടിരുന്ന സിസ്റ്റർ ബൻബെന്നൂത്ത അത്ഭുതത്തോടെ ചോദിച്ചു, ആരോടാണ് അമ്മ സംസാരിക്കുന്നത്? ആത്മനിർവൃതി അനുഭവിക്കുന്ന എൻ്റെ ആത്മാവിനോട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്, നേരിയ ശബ്ദത്തിൽ ക്ലാര പറഞ്ഞു. നിത്യജീവനിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോകുവാൻ വരുന്ന കർത്താവെ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. സശ്രദ്ധം ശ്രവിച്ച സഹോദരിമാർക്ക് തിരിച്ചറിയാൻ സാധിച്ച ആത്മീയ ഭാഷണങ്ങളാണിവ. ദിവസങ്ങളിൽ പലതും വീണ്ടും കടന്നുപോയിക്കൊണ്ടിരുന്നു. ക്ലാരയുടെ നില ഒട്ടും മെച്ചമായിരുന്നില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇരുതെന്ന് അവൾ മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ 1253 ഓഗസ്റ്റ് മാസം 10-ാം തീയതി എല്ലാവരുടെയും പ്രിയങ്കരിയായ പ്രിയപ്പെട്ട അമ്മ
നമ്മുടെ ക്ലാര ദൈവത്തിൻ്റെ അടുത്തേക്ക് യാത്രയായി. ആ യാത്രയ്ക്ക് മുമ്പ് തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട യേശുവിൻ്റെ 5 മുറിവുകളെക്കുറിച്ചുള്ള പ്രാർത്ഥന ആഗ്നസ് ചൊല്ലിക്കൊടുത്തു. ക്ലാര വിറവുണ്ട ചുണ്ടുകൾ കൊണ്ട് അത് ഏറ്റു ചൊല്ലിക്കൊണ്ടിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ചുണ്ടുകൾ നിശബ്ദമായി. സാന്റാമിയോയിൽ നിന്നും ഒരു തേങ്ങൽ ഉയർന്നു അണയാത്ത വെളിച്ചം അവശേഷിപ്പിച്ചുകൊണ്ട് വിടവാങ്ങിയിരിക്കുന്നു. തൻ്റെ ആത്മീയ തീർത്ഥാടനം പൂർത്തിയാക്കി നിത്യത്തിലേക്ക് യാത്രയായി. ക്ലാരയുടെ മുഖം ഒരു മാലാഖയുടെ മുഖം പോലെ പ്രകാശപൂർണമായി കാണപ്പെട്ടു. അവളുടെ നൈർമല്യം ആ വദനത്തിൽ വിരിഞ്ഞു നിന്ന പുഞ്ചിരിയിൽ ദൃശ്യമായിരുന്നു. ശരീരം വെണ്മയുള്ളതായി ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട നിയമാവലിയുടെ ഒരു പകർപ്പ് ആ കൈകളിൽ ആദരപൂർവ്വം വെച്ചിരുന്നു. ക്ലാരയുടെ ഈ വിയോഗം സാന്റാമിയോനിയോയെ അക്ഷരാർത്ഥത്തിൽ ദുഃഖത്തിലാഴ്ത്തി. ആ മരണവാർത്ത കാട്ടുതീ പോലെ വരുന്നു. ആ ഭൗതിക ശരീരം ഒരു നോക്ക് കാണുവാൻ അസീസി നിവാസികൾ ഒന്നടങ്കം മടത്തിന് ചുറ്റും തടിച്ചുകൂടി. സാന്താമിയോയിലെ വെളിച്ചം നഷ്ടമായിരിക്കുന്നു. അവരുടെ പ്രിയപ്പെട്ട അമ്മയെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അവിടം അനാഥമായി. 1225 സെപ്റ്റംബർ 26 അലക്സാണ്ടർ 4 ക്ലാരയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വിശുദ്ധ ക്ലാരയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.